നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. പൊതുതെരഞ്ഞെടുപ്പ് ജൂലൈ 4 പ്രഖ്യാപിച്ചു. ബ്രിട്ടനിൽ ജൂലൈ 4 പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ഋഷി സുനക്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഡൗണിംഗ് സ്ട്രീറ്റിന് പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഋഷി സുനക് പൊതുതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. കോവിഡ് പാൻഡമിക്, ഫർലോ സ്കീം, ഉക്രൈനിലെ യുദ്ധം എന്നിവയെക്കുറിച്ചും പരാമർശിച്ചു. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് എന്ന ചോദ്യമാണ് ഋഷി സുനക് പ്രധാനമായും പൊതുജനങ്ങളോട് ഉന്നയിച്ചത്. NHS, വിദ്യാഭ്യാസ മേഖല എന്നിവയിൽ ഉൾപ്പെടെ കൺസർവേറ്റീവ് സർക്കാർ നടപ്പിലാക്കിയ നേട്ടങ്ങളിൽ അഭിമാനമുണ്ടെന്ന് ഋഷി സുനക് പറഞ്ഞു. രാജ്യം കാത്തിരിക്കുന്ന നിമിഷമാണ് പൊതുതെരഞ്ഞെടുപ്പെന്ന് മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ പറഞ്ഞു. സ്റ്റുഡൻസ് വിസക്കാർക്ക് ഓരോ വർഷവും ഇനി നിർബന്ധിത ഇംഗ്ലീഷ് ടെസ്റ്റ്. വിവാദമായ ഗ്രാജുവേറ്റ് വിസ റൂട്ടിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കുടിയേറ്റ ഗ്രാജുവേറ്റുകൾക്ക് എല്ലാ വർഷവും നിർബന്ധിത ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്താനാണ് ഗവൺമെൻറ് അംഗീകാരം നൽകിയിരിക്കുന്നത്. വിദേശ വിദ്യാർത്ഥികളെ കുറഞ്ഞ വേതനം നൽകുന്ന ജോലികളിലേക്ക് ആകർഷിക്കുന്ന റിക്രൂട്ടിംഗ് ഏജന്റുമാർക്ക് പണി കൊടുക്കാനും നയം ഉദ്ദേശിക്കുന്നു. വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം 2 വർഷം രാജ്യത്ത് തങ്ങാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന സ്കീമിൽ ഈ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്താനുള്ള നീക്കത്തിന് ക്യാബിനറ്റ് അംഗീകാരം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനു പുറമെ ഉയർന്ന ഡ്രോപ്പ് ഔട്ട് നിരക്കുള്ള യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും വിദേശത്തു നിന്നും വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാനുള്ള അവകാശവും നഷ്ടമാകുമെന്നാണ് മുന്നറിയിപ്പ്. ബില്ലുകൾ 24%-നും 91%-നും ഇടയിൽ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇംഗ്ലണ്ടിലെ വാട്ടർ കമ്പനികൾ. ഇംഗ്ലണ്ടിലെ വാട്ടർ ബില്ലുകളിൽ വൻ വർധനവ് നടപ്പിലാക്കാൻ വാട്ടർ കമ്പനികൾ ആഗ്രഹിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കൺസ്യൂമർ വാച്ച് ഡോഗ് സമാഹരിച്ച കണക്കുകൾ പ്രകാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ ബില്ലുകൾ 24% മുതൽ 91% വരെ വർദ്ധിപ്പിക്കണമെന്ന് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും വാട്ടർ കമ്പനികൾ ആഗ്രഹിക്കുന്നതായുള്ള വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. സൗത്ത് സ്റ്റാഫോർഡ്ഷെയറും കേംബ്രിഡ്ജ് വാട്ടറും ഏറ്റവും കുറഞ്ഞ 24% വർധനവാണ് ആവശ്യപ്പെടുന്നത്. അടുത്ത 5 വർഷത്തേക്ക് അടിസ്ഥാന വികസനത്തിന് ഏകദേശം £100 ബില്യൺ ചെലവഴിക്കേണ്ടി വരുമെന്നാണ് വാട്ടർ കമ്പനികൾ പറയുന്നത്. വ്യാപകമായ ചോർച്ചയ്ക്കും പുറന്തള്ളുന്ന മലിനീകരണത്തിൻ്റെ അളവിലും വാട്ടർ കമ്പനികൾ കടുത്ത വിമർശനമാണ് നേരിടുന്നത്. വാട്ടർ കമ്പനികളുടെ ബിൽ വർധനവിൻ്റെ ആവശ്യം അതേപടി റെഗുലേറ്റർ അംഗീകരിക്കാൻ സാധ്യതയില്ല. എന്നിരുന്നാലും പകുതി വർധനവെങ്കിലും നടപ്പിലാക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മുൻ റോയൽ മറൈൻകാരനെ ബെർക്ക്ഷയറിലെ പാർക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹോങ്കോങ്ങിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട മുൻ റോയൽ മറൈൻ അംഗമായ മാത്യു ട്രിക്കറ്റിനെ ബെർക്ക്ഷയറിലെ ഒരു പാർക്കിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 37-കാരനായ ഇയാളെ ഈ മാസം ആദ്യം ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. മാത്യുവിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. NHSൽ നിന്ന് രോഗാണു കലർന്ന രക്തം സ്വീകരിച്ചവർക്കുള്ള നഷ്ടപരിഹാരമായി ഓരോരുത്തർക്കും £2 മില്യൺ ലഭിക്കും. രോഗാണു കലർന്ന രക്തം സ്വീകരിച്ചതിനെ തുടർന്ന് എയ്ഡ്സ് മുതലായ രോഗങ്ങൾ പിടിപെട്ടവർക്കുള്ള നഷ്ടപരിഹാരത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു. പ്രശ്നത്തെക്കുറിച്ച് നടത്തിയ പൊതു അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് നഷ്ടപരിഹാരത്തിന് വിവരങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചത്. 90 ദിവസത്തിനകം ഇടക്കാല പേയ്മെൻറ്റ് നൽകാനുള്ള പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രോഗം ബാധിച്ചവരുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഉൾപ്പെടെ കൂടുതൽ ആളുകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നഷ്ടപരിഹാരത്തിൻ്റെ മൊത്തം ചെലവ് £10 ബില്യൺ വരുമെന്നാണ് ഏകദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. UK-യിലെ പണപ്പെരുപ്പ നിരക്ക് ഏകദേശം 3 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. ഗ്യാസിൻ്റെയും വൈദ്യുതിയുടെയും വിലയിടിവ് UK-യിലെ പണപ്പെരുപ്പത്തെ ഏകദേശം 3 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിച്ചു. ഏപ്രിൽ വരെയുള്ള വർഷത്തിൽ വിലകൾ 2.3% ഉയർന്നു. വിലക്കയറ്റം കുറയ്ക്കുന്നതിനായി സമീപ വർഷങ്ങളിൽ ഉയർത്തിയ പലിശ നിരക്ക് ഈ വേനൽക്കാലത്ത് വെട്ടിക്കുറയ്ക്കുമെന്നാണ് ബാങ്ക് നൽകുന്ന സൂചന. നിരക്കുകൾ നിലവിൽ 5.25%. ഇത് 16 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.